സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പരമേശ്വരൻ ഡോക്ടറിനോട് പറയണേ, ഞാൻ ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോഴും ഇന്നത്തെ ഒരു ദിവസവും കൂടി ദൈവം എനിക്ക് തന്നല്ലോ എന്നുള്ള അതിശയത്തോടു കൂടി എണീക്കുന്നത്. അന്നേരം ഡോക്ടർ പറയണേ, വരുണൻ സൂര്യൻ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ കാര്യം അന്വേഷിക്കാൻ എന്നെ വിളിക്കാറുണ്ട്, അവരോടൊക്കെ കള്ളം പറയേണ്ടി വരിക എനിക്ക്. അന്നേരം പരമേശ്വരൻ പറയണേ, അല്ലെങ്കിൽ തന്നെ ഇക്കാര്യം അവരെ അറിയിച്ചിട്ടെന്താ, അവർ എൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ടെൻഷനാകും. എന്നും എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൽ സങ്കടം മാത്രമേ ഉണ്ടാകുള്ളൂ. എല്ലാവരും എന്നെ നോക്കി ചുറ്റുമിരിക്കും, അവരുടെ ദിനചര്യ പോലും തെറ്റിപ്പോകും. എനിക്ക് വേണ്ടി എൻ്റെ വീട്ടുകാരും കഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. ഞാനിപ്പോൾ ജീവിതം കുറേ കണ്ടതാണ്, എന്നാൽ അവരുടെ കാര്യം അങ്ങനെയല്ല. കുട്ടികൾ ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ, അവരവരുടെ ജീവിതം ആസ്വദിക്കട്ടെ എന്ന്. അതിൻ്റെ ഇടയിൽ എന്നെ നോക്കി അവരുടെ സമയം വെറുതെ കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. തൻ്റെ മുഖത്തെ നിരാശഭാവം എനിക്കറിയാം. എൻ്റെ ഈ ഒരവസ്ഥയിൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം തൻ്റെ മുഖത്തുണ്ട്. താനങ്ങനെ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരണം ഉറപ്പല്ലേ. അതിനു മുമ്പ് മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് സന്തോഷിച്ച് മനസ്സിൻ്റെ സമാധാനത്തോടെ മരിക്കുക, അതാ എൻ്റെ ഒരു തീരുമാനം. എന്താണെങ്കിലും ഇക്കാര്യം എപ്പോഴത്തെ പോലെ നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. തൽക്കാലം ആരും അറിയണ്ട. അവരൊക്കെ വിചാരിച്ചോട്ടെ ഞാനെന്നും ഹെൽത്തൊക്കെ എൻ്റെ നോക്കുന്നുണ്ടെന്നും തന്നെ വിളിച്ച് അവർ അന്വേഷിക്കുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ലെന്ന് തന്നെ പറഞ്ഞാൽ മതി. എന്നാൽ ശരി, നമുക്ക് കാണാം. അങ്ങനെ പറഞ്ഞാൽ പരമേശ്വരൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക താഴത്തേക്ക് റെഡിയായി വരുവാണ് കേട്ടോ. അന്നേരം പത്മിനിയും മുത്തശ്ശിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും. പത്മിനി പറയണേ, ആഹാ മോള് റെഡിയായല്ലോ, മോളുടെ മുഖത്തൊന്ന് നല്ല സന്തോഷമുണ്ടല്ലോ. അന്നേരം പ്രിയങ്ക പറയണേ, പിന്നെ എങ്ങനെ സന്തോഷം ഉണ്ടാതിരിക്കും, ഇന്ന് അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ ഇങ്ങോട്ട് വരികയല്ലേ, കല്യാണം കഴിഞ്ഞ് പോകുന്നിട്ട് അവരെയൊക്കെ കാണാൻ പറ്റുമല്ലേ, അതിൻ്റെ സന്തോഷത്തിലാണ്. അന്നേരം മുത്തശ്ശി കേൾക്കണേ, അല്ല മോളെ വരുൺ ഇവിടെ, അവനെ കണ്ടില്ലല്ലോ, വരുൺ ഇതുവരെ എണീറ്റിട്ടില്ല മുത്തശ്ശി. ആ കൊള്ളാം, വിവാഹം കഴിയുമ്പോഴെങ്കിലും അവൻ്റെ ഈ ശീലമൊക്കെ ഒന്ന് മാറുമെന്നാണ് വിചാരിച്ചത്. പണ്ടു തൊട്ട് ഇവനങ്ങനെ ഉച്ചവരെയൊക്കെ കിടന്നുറങ്ങി കളയുമെന്നേ. മോള് മുന്നിട്ട് ഇറങ്ങിയിട്ട് വേണം അവൻ്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റാനായിട്ട്. അന്നേരം പത്മിനി പറയണേ, ഇന്ന് മോളുടെ വീട്ടുകാരെല്ലാവരും വരുന്ന ദിവസമല്ലേ, അവനോട് വേഗം എണീറ്റ് റെഡിയാകാനൊക്കെ പറയണം. അവരൊക്കെ വന്ന് നിങ്ങൾ രണ്ടാളെയും വിരുന്നിന് വിളിച്ചുകൊണ്ട് പോകുമല്ലേ. ചില ദിവസങ്ങളിലൊക്കെ ഒരു രാത്രി കുറേ വൈകിട്ടായിരിക്കും ഉറങ്ങുന്നത്. അന്നേരം മുത്തശ്ശി പറയണേ, ആ അതെ. എന്നിട്ട് എണീറ്റ് വരുമ്പോൾ ചോദിച്ചാൽ ഇന്നലെ കണ്ട ഏതോ മൂവീസിൻ്റെ പേര് പറയും. എന്തൊക്കെയാ ചിലതിൻ്റെയൊക്കെ പേര് പറയാൻ പോലും കിട്ടില്ലെന്നേ. ഈ സമയം പത്മിനി പറയണേ, നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ ഫോൺ മാത്രമല്ലേ വിളിക്കാറുള്ളൂ, എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഫോണിൽ ചെയ്യുന്നത്. അല്ല മോൾക്കും ഫോണൊക്കെ ഉപയോഗിക്കാറില്ലേ, മോൾക്കും അതിനെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കുമല്ലോ. അന്നേരം പ്രിയങ്ക പറയണേ, അമ്മേ ഞാനങ്ങനെ സോഷ്യൽ മീഡിയ ഫോണൊന്നും അത്രയ്ക്ക് ഉപയോഗിക്കാറില്ല, ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന സമയം പോകുന്നത് അറിയില്ല. അതമ്മ പറഞ്ഞ സത്യമോ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചുറ്റുപാട് നടക്കുന്നതെന്ന് അറിയില്ല. ബന്ധങ്ങളുടെ ആ ഒരു കെട്ടുറപ്പുണ്ടല്ലോ, അത് ഫോണിൻ്റെ ഉപയോഗം കാരണം ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഫോണൊന്നും അധികം ഉപയോഗിക്കാറില്ല. അതേക്കുമ്പോൾ മുത്തശ്ശിക്കും അമ്മക്കൊക്കെ ഒത്തിരി സന്തോഷമാകുക. മുത്തശ്ശി പറയണേ, പത്മിനി നമ്മുടെ ബന്ധുക്കാരൊക്കെ വരുമ്പോഴേ പ്രിയങ്ക മോളെ കൊണ്ട് ഇതുപോലൊരു ക്ലാസ് അവരെ ഘടിപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഫോണിൻ്റെ ഉപയോഗം എത്ര കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മരുമോളുടെ ഇത്തരം കാഴ്ചപ്പാടൊക്കെ അവരുടെ മുമ്പിലും കൂടി പറയണം, അവരും ഒന്ന് കേൾക്കട്ടെ എന്നേ. ഈ സമയത്ത് ഇതൊക്കെ കേട്ടിട്ട് വരും താഴത്തേക്ക് ഉറപ്പെണീറ്റ് വരുമായിരിക്കും. അങ്ങനെ വന്ന് സോഫയിൽ ഇരിക്കുവാണ് കേട്ടോ. അന്നേരം പത്മിനി ചോദിക്കണേ, ആ വരുണേ നീ ഇപ്പോഴാണ് എണീക്കുന്നത്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ. ഇന്നെന്താ പ്രത്യേകത, ഇന്ന് ബുധനാഴ്ചയല്ലേ. കൊള്ളാം, അപ്പം അതിൻ്റെ പ്രത്യേകത പോലും അറിയില്ലേ. ഇന്ന് പ്രിയങ്കമോളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരുമല്ലേ, നിന്നെ പ്രിയങ്കമോളെ വിരുന്നിന് ക്ഷണിക്കാനായിട്ട്. ഓ അതായിരുന്നോ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നീ വേഗം ചെന്ന് റെഡിയായിട്ട് വാ. എനിക്കങ്ങ് വയ്യ, ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ. അന്നേരം മുത്തശ്ശി പറയണേ, ദേ നീ പറയുന്നത് കേട്ടാൽ മതി, വേഗം ചെന്ന് റെഡിയായിക്കേ. അങ്ങനെ വരുന്ന റൂമിലേക്ക് പറഞ്ഞു വിടുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്ക സങ്കടപ്പെട്ട് നിൽക്കുക. ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ടല്ലേ വരുൺ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആര് പറഞ്ഞു മോളോട്, അവൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല കേട്ടോ. ഞങ്ങൾക്കെല്ലാവർക്കും മോളെയും മോളുടെ വീട്ടുകാരെയൊക്കെ ഒത്തിരി ഇഷ്ടമല്ലേ, അതുപോലെ മോളുടെ സ്നേഹം കൊണ്ട് അവനെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നീട് കാണിക്കുന്നത് യശോദയും രാധികയും കൂടി വരുണിൻ്റെ വീട്ടിലേക്ക് കൊടുത്തുള്ള പലഹാരങ്ങളും ഭക്ഷണ സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്ത് ബോക്സിലാക്കി വെക്കുവാണ്ടോ. ഈ സമയം രാധിക പറയണേ, അമ്മേ ഞാൻ അടുക്കളയിൽ പോയി ഹൽവയും കൂടി എടുത്തിട്ട് വരാം. ഈ സമയം മുത്തശ്ശി റെഡിയായിട്ട് അങ്ങോട്ടേക്ക് എത്തുക. എന്താ യശോദ എല്ലാം പാക്കൊക്കെ ചെയ്തില്ലേ. ആമേ ഓൾമോസ്റ്റ് എല്ലാം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നീ തന്നെയല്ലേ ചെയ്തത്. അല്ലമ്മേ രാധിക ചെയ്തത്, ഞാൻ കൂടെ നിന്നേ ഉള്ളൂ. അന്നേരം മുത്തശ്ശിക്കങ്ങ് ദേഷ്യം വരുക. നിന്നോട് പറഞ്ഞല്ലേ അവളെ ഈ വക കാര്യങ്ങളിലൊന്നും ഉൾപ്പെടുത്തരുതെന്ന്. അന്നേരം രാധിക ഹൽവയുടെ ബോക്സുമായിട്ട് വരുമായിരിക്കും. ഓ വന്നല്ലോ, നിന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നീ അങ്ങ് ഏറ്റെടുത്ത് ചെയ്യുമല്ലേ. ഇതേക്കുമ്പോൾ യശോദ പറയണേ, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ തന്നെ അവൾ ഉണ്ടാക്കിയതല്ലേ ഭക്ഷണമെല്ലാം, ഞാൻ അവളുടെ കൂടെ നിന്നേ ഉള്ളൂ, അപ്പോൾ അവൾ എടുത്തു വെക്കുന്നതിൽ എന്താ കുഴപ്പം. അന്നേരം മുത്തശ്ശി പറയണേ, ഇവളെ എൻ്റെ പ്രിയങ്കമോളുടെ ആ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. പ്രിയങ്കമോൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇവൾക്ക് നല്ല അസൂയയും കുശുമ്പും ഒക്കെയുണ്ട്. ഈ സമയത്ത് ദേവനാരായണനും റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വരുക. എന്തായാലും മോളെ എല്ലാം എടുത്തു വെച്ചോ. അല്ല നീ ഇതുവരെ റെഡിയായില്ലേ. അന്നേരം മുത്തശ്ശി പറയണേ, അതിനെ അവളൊന്നും അങ്ങോട്ടേക്ക് വരുന്നില്ല. അതെൻ്റെ അമ്മ അങ്ങനെ പറയുന്നത്, രാധിക മോളും കൂടെ വരും.
ദേവ, ഇത് നമ്മൾ കുടുംബക്കാർ പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ, അതിൽ അവൾ വരേണ്ട ആവശ്യമില്ലല്ലോ. ഈ സമയം രാധിക പറയണേ, അതേ അച്ഛാ, ഞാൻ വരുന്നില്ല, എനിക്കിവിടെ കുറച്ച് ചെയ്തു തീർക്കാനുള്ള ജോലികളൊക്കെ ഉണ്ട്, മാത്രമല്ല അമ്പലത്തിലൊന്ന് പോകണം. അന്നേരം ദേവൻ പറയണേ, മോളെ നീ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നതെന്നൊക്കെ എനിക്കറിയാം, അമ്മയെ പേടിച്ചിട്ടല്ലേ. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. എൻ്റെ ഇളയ മോളുടെ വീട്ടിലേക്ക് ഞാൻ പോകുന്നുണ്ടെങ്കിൽ അന്നേരം എൻ്റെ കൂടെ എൻ്റെ മൂത്ത മകളായ രാധിക വന്നിരിക്കും. ഈ സമയം മുത്തശ്ശി സമ്മതിക്കുന്നില്ല കേട്ടോ. അന്നേരം യശോദ പറയണേ, അല്ലേട്ടാ അത് രാധിക നിർബന്ധിക്കണ്ടെന്നാ. അന്നേരം ദേവൻ പറയണേ, പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചടങ്ങ് വേണ്ടെന്ന് നോക്കാം, രാധിക വരുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല. മോളെ ചെല്ല്, പോയി റെഡി ആയിട്ട് വാ. അങ്ങനെ അവർക്കാർക്കും വേറൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്തിൽ എല്ലാവരും റെഡിയായി ഹാളിൽ വന്ന് കാത്തിരിക്കുവാണ്. അന്നേരം പരമേശ്വരൻ പറയണേ, കാലം മാറി വരുന്നതല്ലേ, ഇത്തരം പല ചടങ്ങുകളും മാറ്റേണ്ട കാലം സമയം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവരൊക്കെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം വരുണാണെങ്കിൽ തീരെ താല്പര്യമില്ല കേട്ടോ. വരുൺ അങ്ങനെ എണീറ്റ് പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം സൂര്യ ചോദിക്കണേ, വരുണേ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഏട്ടാ ഞാൻ ടോയ്ലറ്റിൽ പോകുക. എന്താ അതിനു ഇനി വിലക്കുണ്ടോ? അങ്ങനെ പറഞ്ഞ് വരുൺ അവിടെ നിന്നും പോകുവാണ്. ഈ ഒരു സമയത്ത് പുറത്തോട്ട് വരുന്ന ഉച്ച കേൾക്കുവാണ് കേട്ടോ. അങ്ങനെ ബിജു എന്ന് പറയണേ, അതെ അവരൊക്കെ എത്തിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ പ്രിയങ്ക ബിജുവിൻ്റെ കൂടെ പുറത്തേക്ക് പോകുവാണ്. അന്നേരമായിരിക്കും കേട്ടോ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന രാധികയെ കാണുന്നത്. രാധികയെ കണ്ട് ഷോക്കായി നിൽക്കുമായിരിക്കും പ്രിയങ്ക. ഈ സമയം പരമേശ്വരനും പത്മിനിയൊക്കെ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ ദേവനെയൊക്കെ സ്വീകരിക്കുവാണ് കേട്ടോ പരമേശ്വരൻ. അന്നേരം പ്രിയങ്ക രാധികയുടെ അമ്മയുടെ അരികിലേക്കൊക്കെ ചെല്ലുക. എന്താ എന്നെയും കൂടി ഇവിടെ നിന്ന് തിരികെ കൊണ്ടുപോകാനാണോ ചേച്ചിയും കൂട്ടി വന്നിരിക്കുന്നത്? മുത്തശ്ശിയും കൂട്ടി ഇതിന് കൂട്ടു നിന്നോ? അന്നേരം മുത്തശ്ശി പറഞ്ഞേ, എന്ത് ചെയ്യാനാ മോളെ, ദേവ സമ്മതിക്കുന്നില്ലായിരുന്നു. അതെ, നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, നീ ഒരു കാരണവശാലും വരണിൻ്റെ മുമ്പിൽ ചെന്ന് പെട്ടേക്കരുത്, പറഞ്ഞത് മനസ്സിലായല്ലോ. ഈ സമയം പത്മിനി പറയണേ, എന്താ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നത്, വാ എല്ലാവരും വാ യശോദേ. അങ്ങനെ പറഞ്ഞ് അവർ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുവാണ്. കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം അവിടെ വെക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ പരസ്പരം വിശേഷമൊക്കെ ചോദിക്കുവാണ്. ഈ സമയം ഉർവശി പറയണേ, കുറേ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇതൊക്കെ എന്താണെങ്കിലും അടുത്ത വീട്ടിൽ കൊടുത്ത് തീർക്കണം, ഞങ്ങളൊന്നും ആരും അത്ര പലഹാരങ്ങളൊന്നും കഴിക്കാറില്ലെന്നേ. അതേക്കുമ്പോൾ പരമേശ്വരൻ പറയണേ, അങ്ങനെ ആര് പറഞ്ഞു? എനിക്ക് ഈ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടം. ബിജു നീ അത് കുറച്ച് പൊട്ടിച്ചെടുത്തോണ്ട് വാ. അല്ല വരനെവിടെ? വരനെ കാണുന്നില്ലല്ലോ. ബിജു നീ ചെന്ന് വരനെ വിളിച്ചിട്ട് വാ. അവനെ ഒരു ഫോൺ വന്നതാ, ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചാൽ അങ്ങനെ അങ്ങ് നിൽക്കുമെന്നേ. ഈ സമയം കൽപ്പന പറയുക, ശരിയാ, വരന് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കൃത്യസമയത്തിന് അവരുടെ കോളും വരും, പിന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് നിന്നു പോകും. ഈ സമയം പ്രിയങ്കയും മുത്തശ്ശിയും കൂടി രാധികയോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുവാണ്. അങ്ങനെ രാധിക പിന്നാമ്പുറം വഴി പുറത്ത് അടുക്കള ഡോർ വഴി പുറത്ത് ബാക്ക് സൈഡിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരിക്കും കേട്ടോ. ഈ സമയത്തായിരിക്കും അവിടെ നിന്ന് വരുണും ബിജുവും കൂടി സംസാരിക്കുന്നത് കാണുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ വരുൺ അവർ നിന്നതിൻ്റെ തൊട്ട് ബാക്കിലുള്ള മതിലിൻ്റെ അവിടെ മറിഞ്ഞു നിൽക്കുവാണ്. ഈ സമയം ബിജു വരണേ നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? ദേ വന്നേ, നിന്നവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഞാൻ വരുന്നില്ലടാ, നീ വന്നേ, അല്ലെങ്കിൽ അച്ഛനും മുത്തശ്ശിയും കൂടി ഇങ്ങോട്ട് വരും, വാ എന്ന് പറഞ്ഞ് വരുണെ നിർബന്ധിച്ച് അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോകുവാണ്. അങ്ങനെ വരുണയും കൂട്ടി ബിജു അകത്തേക്ക് പോയതിനു ശേഷം രാധിക പുറത്ത് ആ ഗാർഡൻ്റെയൊക്കെ അവിടെ വന്ന് നിൽക്കുവാണ്. അങ്ങനെ വരുൺ എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തുവാണ്. ഈ സമയം പരമേശ്വരൻ പറയണേ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഹൽവ ഉണ്ടല്ലോ, എന്തു രുചിയാ അതിന്? അല്ല ആരാ ഇതുണ്ടാക്കിയത്? ഈ സമയത്ത് വരുണ് പെട്ടെന്നൊരു കോൾ വരുവാ. അന്നേരം വരുൺ പറയണേ, സോറി എൻ്റെ ഒരു ഫ്രണ്ടാ. എൻ്റെ വരുണേ നീ ആ ഫോൺ ആദ്യം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്ക്. അങ്ങനെ വരുൺ ഫോണുമായിട്ട് പുറത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം പരമേശ്വരൻ വീട് ചോദിക്കണേ, അല്ല ഇതാരാ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞില്ലല്ലോ. അതെ എൻ്റെ മോളാ രാധിക. ആണ്, എന്നിട്ട് ആ കുട്ടി ഇവിടെ? അവൾ കുറച്ച് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അന്നേരം പത്നിയും പറയണേ, അയ്യോ ആ കുട്ടി കുറച്ച് മുമ്പ് ഇവിടെ നിന്നിരുന്നല്ലോ, എവിടെ പോയി? ആ സമയം മുത്തശ്ശി പറയണേ, അത് അവളിങ്ങനെ ആദ്യമായിട്ടൊരു വീട് കാണുമ്പോൾ അവിടെയൊക്കെ ചുറ്റി നടന്നെന്ന് കാണുന്ന ശീലമുണ്ട്, അവളതുപോലെ വീട് കാണാനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരിക്കും. മോളെ പ്രിയങ്ക മോള് ചെന്ന് രാധിക മോളെ കൂട്ടിക്കൊണ്ടു പോവാ എന്ന് പത്മിനി പറയുവാണ് കേട്ടോ. അന്നേരം ബിജു പറയണേ, അതിനെന്താ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ബിജു രാധികനെ അന്വേഷിച്ച് പുറത്തേക്ക് പോകുവാണ്. അങ്ങനെ അവിടെ ഗാർഡൻ്റെ അവിടെ നിൽക്കുന്ന രാധികയുടെ അരികിലേക്ക് ബിജു ചെല്ലുക. എടോ താൻ ഇവിടെ നിൽക്കുകയാണോ? വന്നേ, തന്നെ അവിടെ എല്ലാവരും അന്വേഷിക്കുന്നു. അല്ല അത് ഞാൻ. ഈ സമയം അച്ഛൻ രാധിക എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബിജുവിൻ്റെ കൂടെ രാധിക ഹോളിലേക്ക് എത്തുവാണ്. അന്നേരം പരമേശ്വരൻ പറയണേ, ഇതാണ് ആള്, മോളുണ്ടാക്കിയ ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ, എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്, മോൾക്ക് നല്ല കൈപ്പുണ്യം ഉണ്ടല്ലോ. അങ്ങനെ അവരൊക്കെ പറയുന്നത് കേട്ട് രാധിക ഒത്തിരി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അവിടെ. പിന്നീട് ഇതേസമയം ഫോണൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. ഇനി ഈ ഭാഗത്തേക്ക് വീണ്ടും കയറണമല്ലോ എന്ന് പറഞ്ഞ് പുറത്തിങ്ങനെ ഒരു മടിയോട് കൂടി നിൽക്കുന്ന വരുണിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്